SSLCയുടെ 3 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ SCRT പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ സെറ്റ് എയിലെ സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി നമ്പേഴ്സ് ബിലോ ഇസ് എ ടേം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 2, 5, 8 എക്സെട്ര. ഈ 2, 5, 8 എക്സെട്ര എന്നീ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണോ 22, 32, 42, 52? ഇതിലേതോ ഒന്ന് അതിന്റെ ടേം ആണ്. അപ്പോൾ ഒരു ടേം ആണെന്ന് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ആദ്യം നമുക്ക് ഇതിന്റെ കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് കാണേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x2 മൈനസ് x1. ഇതാണ് x1, x2, x3 എക്സെട്ര ഇങ്ങനെ പോകും അല്ലെ. അപ്പൊ x2 എന്ന് പറയുന്നത് 5. സോ 5 മൈനസ് 2 ഇസ് ഈക്വൽ ടു 3. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മളുടെ സെക്കൻഡ് ടേം 5. 5നെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവിഷൻ ചെയ്ത് നോക്കാം. 1 into 3, 3. സോ 5 മൈനസ് 3, 2. സെയിം പ്രോസസ് 8. 8നെയും കോമൺ ഡിഫറൻസ് ആയ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ എന്ത് വരും? 2 3s are 6. മൈനസ് ചെയ്യുമ്പോൾ 2. നമ്മളിവിടെ രണ്ട് ടേമിനും റിമൈൻഡർ സെയിം ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഏത് ടേം, ഈ സീക്വൻസിലെ ഏത് ടേമിന്റെയും റിമൈൻഡർ എന്തായിരിക്കും? 2 തന്നെ ആയിരിക്കും. സോ ചെക്ക് 22. 22 ചെക്ക് ചെയ്യുകയാണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കോമൺ ഡിഫറൻസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3 7s are 21. മൈനസ് ചെയ്യുമ്പോൾ 2 മൈനസ് 1 1. ഇല്ല, റിമൈൻഡർ 1 ആണ് വന്നത്. സോ നോ, 22 is not a term. നെക്സ്റ്റ് നമ്പർ എന്താ? 32. 32 ചെക്ക് ചെയ്ത് നോക്കാം. 32 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 10s are 30. മൈനസ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വന്നു? 2 വന്നു. അപ്പോൾ 32 is a term. നമ്മുടെ ആൻസർ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് 32 ആണ്. സോ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 42 കൂടി ചെക്ക് ചെയ്ത് നോക്കാം. 42 മൈനസ് 3. സോ 1 into 3 3 മൈനസ് 2 4 മൈനസ് 3 1. 3 4s are 12. ഇല്ല, റിമൈൻഡർ 0 ആണ് വന്നത്. സോ 32 തന്നെയാണ് ആൻസർ.